அஸ்வின் நம்ம ஆளு, நயன்தாரா நம்ம ஆளு, விக்ரம் நம்ம ஆளு, ரசூல் பூக்குட்டி நம்ம ஆளுன்னு. உங்களுக்காக வேணும்னா நான் ஒரு ஹெல்ப் பண்ணலாம். என்ன? வரப்போற தீபாவளிக்கு മലയാളത്തിന്ന് ഒരു 5 പടം താങ്കോ. അതിന് നമ്മളെ സിനിമ വേണോ അല്ലേ? നമ്മളെ സിനിമ അവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് വിജയം നേടാനായിരിക്കും അല്ലടാ അണ്ണാച്ചി? അടച്ചി അത് കൊണ്ടുവല്ലേ. പിന്നെ வரப்போற தீபாவளிக்கு பടக்கത്തിന് പകരം പൊട്ടിക്കരുതുക്ക്. இந்த காலத்திலே படக்கத்தைக்கால் കൂടുതൽ പൊട്ടുന്നത് മലയാള പടം தான். சரி, நீங்களும் ஒரு பிலிம் டைரக்டர் தானே? இந்த மலையாள சினிமைக்கு வேண்டி நீங்கள் എന്ത് ചെയ്തിട്ടുണ്ട്? ഷൂട്ടിംഗ് നിർത്തിവെച്ച് സമരം ചെയ്തിട്ടുണ്ട്. പാര്, ഇവൻ താൻ ശരിയായ മലയാളി. നിങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി തർക്കിക്കൊന്നും വേണ്ട. ഇപ്പോഴും നല്ല മലയാള സിനിമകൾ ഉള്ളതിന് തെളിവാണ് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കരസ്ഥമാക്കി ഓസ്കാറിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ ആദാമിന്റെ മകൻ അബു. മക്കാമദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ പുണ്യമാഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. കണ്ട, ഇപ്പോഴും ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്. அப்படி ஒண்ணு சொல்லக்கூடாது. இங்க ஓணம் வரும்போது உங்களுக்கு தேவையான அரி, பச்சைக்கறி, முல்லைப்பூ, பிசிப்பூ, ஜமந்தி பூ, தெருளிப்பூ இதெல்லாம் கொண்டு வருது தமிழ்நாட்டில இருந்து தாண்டா. இனி என்ன, கிறிஸ்துமஸ் வரும்போது உங்களுக்கு தேவையான ஆடு, மாடு, கோழி, வாழை இதெல்லாம் கொண்டு വരുന്നത് എങ്ക നിന്ന്? നമ്മ തമിഴ്നാട്ടിലെ നിന്ന്. അതിനാവശ്യമായ വെള്ളം കട്ടോണ്ട് പോകുന്നത് ഞങ്ങളെ മുല്ലപ്പെരിയാറിൽ. അയ്യോ, നിർത്ത് 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 ചേട്ടാ, ഈ ബഹളം ഒന്ന് നിർത്ത്. ഇതിനേക്കാളും വലിയ ബഹളമാ പുറത്ത് നടക്കുന്നത്. എന്താ പ്രശ്നം? മലയാള സിനിമയിൽ 17 കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടും തനിക്ക് മാത്രം ഒറ്റ എണ്ണത്തിന് പോലെ അവാർഡ് തന്നില്ലെന്ന് പറഞ്ഞ് ഒരാൾ പുറത്തെടുത്ത് ബഹളം വെക്കുക. ആരടാന്ത രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ഹലോ മിസ്റ്റർ, നിങ്ങൾക്ക് നായകനാകാൻ വേണ്ട ലുക്കുണ്ടോ? പോട്ടെ, നിറമുണ്ടോ? ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചൂടായിട്ട് കാര്യമില്ല. ഇയാളെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ മലയാളികൾ തന്നെയാണ്. நேர்மையா சொல், இங்க இருக்கிற எத்தனை பேர் இன்னும் இவனோட ஃபேன்ஸா இருக்கிற? சொல்லடா, சொல்லு. ഇങ്ങനെയുള്ള പണ്ഡിറ്റുമാർ ഉണ്ടാകാതിരിക്കാനും ഇനിയൊരു മലയാള സിനിമയുടെ വസന്തകാലത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്. അടുത്ത റൗണ്ട് ഹിന്ദി ക്ലാസിക് റൗണ്ട് ആണ്. ആദ്യമായി പെർഫോം ചെയ്യാനെത്തുന്നു വർഷ എസ് കൃഷ്ണൻ for the second time for the grand finale of ITIL World Junior Idol. വർഷ എസ് കൃഷ്ണൻ. గగరి సరి గరి గ సరి సరి గ సగరి సరి గ మగ మరి గరి గ మరి గ గ మదని సరి గ మ ప పాయలియా జనకార మురే జనన జనన బాజే जनकार पिया समझाओ
सितम है ऐसी जिद करने लगे, जाने तुमने क्या क्या सोचा आगे आगे, हम तो अब डरने लगे। अरे सोचा है ये रात और दिन तुझे प्यार करेंगे हम, डरते हो क्यों हो जाने मन मेरे प्यार से। हाय रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे, तुम इतनी प्यारी हो सामने, हम काबू में कैसे रहे। जाओ हमको तो आती शर्म है तेरी ऐसी अदा पे, तो फिदा हम हैं। हाय रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे, तुम इतनी प्यारी हो सामने, हम काबू में कैसे रहे। काली काली जुल्फें ये गोरी गोरी बाहें मुझको तड़पाने लगी, होंठ भीगे भीगे नशीली ये आंखें प्यास को बुझाने लगी। छोड़ो न ये सी बातों को, रोको न राहों को, मोड़ो न मेरी बाहों को, जाने दो ना। हाय रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे, तुम इतनी प्यारी हो सामने, हम काबू में कैसे रहे।
Wonderful performance. ഇത് കേട്ട് നിങ്ങൾ എല്ലാവരും ഞെട്ടിയിരിക്കാന്ന് ഞങ്ങൾക്കറിയാം. ഈവൻ നമ്മുടെ ജഡ്ജസ്, നമ്മുടെ ഗസ്റ്റ് എല്ലാവരും ഞെട്ടിയിരിക്കല്ലേ? യെസ്, നിങ്ങളുടെ കൈയടിയോടുകൂടെ അത് മനസ്സിലായിരിക്കുകയാണ്. ഇനി നിങ്ങളെ കൂടുതലായി ഞെട്ടിപ്പിക്കാൻ അടുത്ത കണ്ടസ്റ്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹിന്ദി ക്ലാസിക്സ് റൗണ്ടിൽ അടുത്തതായി പാടാനെത്തുന്നു മോഹൻ എസ് മാരാർ. യെസ്, ലെറ്റ്സ് വെൽക്കം മോഹൻ എസ് മാരാർ ടു ദ സ്റ്റേജ്.